പണി പാളി കിളി പോയി ട്രംപിന്റെ കഴിഞ്ഞ 2 ദിവസത്തെ പ്രസ്താവനകൾ ഇങ്ങനെ ചുരുക്കാം. 48 മണിക്കൂറിനകം നിങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാനെ നശിപ്പിക്കും, ഇറാനിൽ അഗ്നിവർഷം ചൊരിയിക്കും. അടുത്ത ദിവസം 5 ദിവസം വെടിനിർത്തിയിരിക്കുന്നു, നിങ്ങൾ 5 നല്ല ചർച്ചയാണ് നിങ്ങൾ നടത്തിയത് എന്ന്. അതായത് ഇറാൻ ചർച്ച നടത്തിയിട്ടില്ല എന്ന് ഇറാൻ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്ക ചർച്ചയ്ക്ക് വേണ്ടി അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തു, എന്നാൽ ഇറാൻ ചർച്ച ചെയ്തില്ല. അമേരിക്ക യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞുകൂടാ, കാര്യം അമേരിക്ക എന്ന രാജ്യത്ത് ബുദ്ധിയും ബോധവും ഉള്ള ഒരുപാട് പേരുണ്ട്, ട്രംപിനെ പോലുള്ളവരല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ട്രംപ് 48 മണിക്കൂറിനകം ഇറാനിലേക്ക് ഇന്നേ വരെ കാണാത്ത രീതിയിൽ സൈനിക ശക്തിയോട് ആഞ്ഞടിക്കുമെന്ന് പറയുന്നു. അടുത്ത ദിവസം ഒന്നുമില്ല, 5 ദിവസം നിങ്ങൾ സീസ്ഫെയർ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നല്ല ചർച്ച ഇറാനോട് നടന്നു എന്നും പറയുന്നു. ഇറാൻ എന്ത് പറയുന്നു? ഇല്ല, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളുടെ സംക്ഷിപ്ത രൂപം. നമുക്ക് എന്തായാലും അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേൾക്കാം. ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ കൗതുകത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ട്രംപിന്റെ ധാർഷ്ട്യത്തിനേറ്റ ഒരു പ്രഹരം കൂടിയാണ് സ്വയം. ഒരു സംശയവുമില്ല, ട്രംപിന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ്. പോലെയുള്ളവർക്കും ഒന്നുകിൽ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വരും എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിരുന്നു. അതിന്റെ ചില സൂചനകൾ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. അതായത് ലക്ഷ്യം കണ്ടു, അമേരിക്കയുടെ ആക്രമണം ലക്ഷ്യം കണ്ടിരിക്കുകയാണ്, ഇനി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു വരികയാണെന്നൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ട്രംപ്. അപ്പൊ റെജീം ചേഞ്ച് വേണ്ടേ? അവിടുത്തെ റെജീം ചേഞ്ച് മാറി നമ്മുടെ ഷാ പെഹൽവി തിരിച്ചു വരണ്ടേ? അതിന്റെ സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടി ഇതിൽ നേരിട്ടിട്ടുണ്ട്. ഇറാനെ അവർ കണക്ക് കൂട്ടുന്നതിൽ ഇറാൻ എന്തായിരിക്കും എന്നവർ വിചാരിച്ചതിനപ്പുറമായിരുന്നു ഇറാന്റെ ആയുധശേഷിയും അവരുടെ പ്രഹരിക്കാനുള്ള മനസ്സും അവരുടെ അത് കഴിഞ്ഞ ദിവസം സർവോപരി അവരുടെ പോരാട്ട വീര്യവും. ഇറാൻ ഭരണകൂടത്തോട് 2-3 കാര്യങ്ങൾ നമുക്ക് എതിർപ്പുണ്ടാകാം, സംശയമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൽ എന്താ പറയുക, ഗുണ്ടായുസം കാണിക്കുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അധികാരമുണ്ട്, പവർ ഉണ്ടെന്ന് കരുതി ഏതെങ്കിലും രാജ്യത്തില് തെമ്മാടിത്തരം കാണിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. വേറൊരു രാജ്യത്തിൽ കടന്നു കയറി ആ രാജ്യത്തെ ആക്രമിച്ച് ആ രാജ്യത്തെ ഭരണാധികാരികളെ കൊന്നിട്ട് അവിടെ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയാണ്, ഭരണപരിഷ്കാരത്തിന് വേണ്ടിയാണ്, ജനാധിപത്യം കൊണ്ടുവരാനാണെന്നൊന്നും പറഞ്ഞിട്ട് നടക്കൂല. അവിടെയാണ് എല്ലാ രാജ്യങ്ങളും മറ്റേ രാജ്യങ്ങളുടെ സ്വതന്ത്ര പരമാധികാരത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അല്ലാതെ മറ്റൊരു രാജ്യത്തിൽ കടന്നു കയറി അവിടെ വിധ്വംസക പ്രവർത്തനങ്ങളും തീവ്രവാദം നടത്തുകയല്ല. ഇന്നലെ ഒരുത്തൻ വാൻ ഡൈക്കിനെ ഇന്ത്യയിൽ പിടിച്ചിട്ടുണ്ടല്ലോ. നാളെ ഇന്ത്യയിൽ, മണിപ്പൂരിൽ നമുക്ക് നോർത്ത് ഈസ്റ്റിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കിയതിന് ശേഷം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കൂ? അതുപോലല്ലേ അവർക്കുള്ളൂ. ഇന്ത്യയുടെ പോലെ തന്നെയല്ലേ ഇറാനും, ഇറാനെ പോലെ തന്നെയല്ലേ അമേരിക്കയും. അപ്പൊ യഥാർത്ഥത്തിൽ ആ രാജ്യങ്ങളിൽ കടന്നു കയറി അവിടെ അധികാര ദുഷ്പ്രഭുത്വം കാണിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ദിവസങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. ഹോർമുസ് കടലിടുക്ക് അടച്ചത് മൂലം വലിയ പ്രതിസന്ധിയിലേക്ക് ലോകമാകെ, അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്ക്, നമ്മുടെ തന്നെ അടുക്കളയിലേക്ക് ഈ കാര്യങ്ങൾ, ഈ പ്രതിസന്ധി, യുദ്ധം അവിടെ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിസന്ധി നമ്മുടെ നാട്ടിലെ അടുക്കളകളിൽ വ്യാപിക്കുന്നതിലേക്ക് എത്തി. അങ്ങനെ ലോകം മുഴുവൻ ആ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മർദ്ദത്തിലാണ് അമേരിക്ക കുറെയെങ്കിലും വഴങ്ങുന്നത്. അതായത് ഇറാനെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറന്നില്ലെങ്കിൽ 48 മണിക്കൂറിനകം ഉള്ള എല്ലാ ശക്തിയും എടുത്ത് ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം പറയുകയാണ് 5 ദിവസം ഞങ്ങൾ, അമേരിക്ക എന്നല്ല ട്രംപ് പറഞ്ഞു, എന്നിട്ട് പറയുകയാണ്, കാര്യം അമേരിക്ക എന്ന രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അമേരിക്ക എന്ന രാജ്യം ലോകത്ത് പല കാര്യങ്ങൾ കൊണ്ടും നിലനിൽക്കണം. അവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അവരുടെ തെറ്റാണ്, വിയറ്റ്നാം അവരുടെ തെറ്റാണ്, ഇറാഖ് അവരുടെ തെറ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അമേരിക്കയിൽ ജനാധിപത്യം അടക്കമുള്ള കാര്യങ്ങളുടെ ഉന്നതമായ ബോധമുണ്ട്, അവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയെ ഈ യുദ്ധത്തിനെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്നത് അമേരിക്കൻ മാധ്യമങ്ങളാണ്. അമേരിക്കയിലെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഒരുമിച്ച് ഇതിനെതിരെ പോരാടുകയാണ്. ഈ സെൻസ്ലെസ് ആയ, തലയ്ക്ക് വെളിവില്ലാത്ത യുദ്ധം തീർക്കാൻ വേണ്ടി അവർ പോരാടുകയാണ്. കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി അവർ പോരാടുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അവരെ അഭിനന്ദിക്കണം. എന്നാൽ അമേരിക്കയ്ക്കുള്ള വലിയൊരു പ്രശ്നവും തെറ്റുമാണ് അവരുടെ ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. ആയുധ ലോബിക്ക് വേണ്ടിയിട്ട്, യുദ്ധങ്ങൾക്ക് വേണ്ടി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കടന്നു ചെന്ന് പ്രശ്നമുണ്ടാക്കി അതാത് സ്ഥലങ്ങളിൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും അവിടുത്തെ ആയുധ ലോബി അടക്കമുള്ള കാര്യങ്ങൾ വളരെ വേദനാജനകമാണ്. ഇതേപോലെ തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ബഹുമാനിക്കുന്നു, ജൂത സഹോദരങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ തീവ്ര സയനിസ്റ്റുകൾ, തീവ്ര ഹിന്ദുത്വവാദികളെ പോലെയാണ്, കലാപങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ആ കലാപങ്ങൾ പരമാവധി ഉയർത്തെഴുതിപ്പിച്ച് ആ ഇസ്രായേലിലെ തന്നെ സമാധാനവാദികളായ പ്രധാനമന്ത്രിമാരെ ഈ തീവ്ര സയനിസ്റ്റുകൾ, തീവ്ര വലതുപക്ഷവാദികൾ കൊന്നിട്ടുണ്ട്. അപ്പോ
ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമാധാനം ആവശ്യമാണ്, ഒരു ബാലൻസ് ആവശ്യമാണ്. വേറൊരു രാജ്യത്ത് അങ്ങനെ കടന്നു കയറുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ല. അപ്പോൾ ട്രംപിന്റെ ഏറ്റവും സിമ്പിൾ ആയതാണ്, 2 ദിവസത്തിനകം നിന്നെയൊക്കെ തീർത്ത് കളയും, പക്ഷേ അടുത്ത ദിവസം മുതൽ 5 ദിവസം വരെ വെടിനിർത്തലായിരിക്കും എന്നുള്ളതാണ്. ആ ഇറാന്റെ പോരാട്ട വീര്യത്തെ ലോകത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങൾ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അഭിനന്ദിക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെ ഉള്ളിലേക്കും കടന്നു കയറി ഈ വൃത്തികേട് ചെയ്യരുത്. നമ്മുടെ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി ഒരു മാത്യു വാൻ ഡൈക്ക് നമ്മുടെ രാജ്യത്തിനുള്ളിൽ കലാപങ്ങളും തീവ്രവാദ പ്രവർത്തനം ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ചെയ്യരുത്. ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഒക്കെ ആകാം, ഇന്ത്യക്കും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യക്ക് അമേരിക്കയിലും കാണും ഇന്റലിജൻസ് ഗ്യാതറിംഗ്. നേരത്തെ നമ്മുടെ രാജ്യം തെറ്റ് പറയാം, അവിടുത്തെ ഈ സിഖ് തീവ്രവാദികളിൽ പെട്ടൊരുത്തനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരാളെ വിട്ടു, അയാളെ അവസാനം അവിടെ പിടിച്ചു. അങ്ങനെ ചെയ്യരുത്. അവൻ അവിടെ നിന്ന് എന്ത് വേണമെങ്കിൽ ബഹളം വെച്ചോട്ടെ, പക്ഷേ നമ്മള് വേറൊരു രാജ്യത്തിന്റെ സ്വതന്ത്ര പരമാധികാര മണ്ണിൽ കയറി ആ രാജ്യത്തിനുള്ളിലുള്ളവരെ കൊല്ലാനും വധിക്കാനും നിൽക്കരുത്. ട്രംപിന്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടിയാണ്, അതിൽ സന്തോഷമേ ഉള്ളൂ.